വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു പറയുന്ന രീതിയിൽ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഇത് കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ അവരുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടിപ്പ് കൂടിയാണിത്. പിന്നെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നേന്ത്രക്കായാണ്. അത് നിങ്ങൾക്ക് ഏകദേശം ഒരു വലിയ കാ തന്നെ നമുക്ക് വേണ്ടി വരും. കാരണം അതെടുത്താൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. നമ്മളിപ്പോൾ വേറെ ഏത് ബനാന എടുത്താലും നമുക്ക് അത്രയും ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. ഇതാകുമ്പോൾ ഏറ്റവും കൂടുതൽ കലോറിയുള്ള ബനാന കൂടിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു നേന്ത്രക്കാ നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ ഇത് ഏകദേശം ഒരെണ്ണം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. പാല് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേർക്ക് പാൽ ഇഷ്ടമില്ലാത്തവരുണ്ടെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഓട്സ് കുക്ക് ചെയ്തൊരു 1/4 കപ്പോളം ഓട്സ് കുക്ക് ചെയ്തതിലോട്ട് ഈ ഒരു ബനാന ആഡ് ചെയ്ത് കൊടുത്താലും മതിയാക്കും. അല്ലാത്തവരൊക്കെ നിങ്ങൾ പാൽ തന്നെ യൂസ് ചെയ്യുക. കാരണം പാലാണ് നമുക്ക് കുറച്ചും കൂടിയിട്ട് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പാൽ ഞാൻ ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം പാൽ ചൂടാക്കിയിട്ട് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ തണുത്ത പാൽ വേണമെന്നുണ്ടെങ്കിൽ പാൽ ചൂടാക്കിയിട്ട് ആ ഒരു ചൂട് മാറിയിട്ട് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താലും മതിയാകും. ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ട്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അത് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് പാലെടുക്കുക. ഞാൻ 1/4 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ബനാന ഒരു ഏകദേശം ഒരു വലിപ്പമുള്ള നല്ലൊരു ബനാന നോക്കി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടതാണ് പീനട്ട്സ്. പീനട്ട്സ് നിങ്ങൾക്ക് ഏകദേശം ഒരു പിടിയോളം എടുക്കുക കേട്ടോ. നിങ്ങളുടെ ആ ഒരു കൈപ്പിടിയോളം തന്നെ നിങ്ങൾ പീനട്ട്സ് എടുക്കുക. നിങ്ങൾക്കിപ്പോൾ വറുത്തതാണെങ്കിൽ എടുക്കാം, വറക്കാത്തതാണെങ്കിൽ അങ്ങനെ എടുക്കാം. വറക്കാത്ത പീനട്ട്സാണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർക്കുക. തലേദിവസം രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ പീനട്ട്സ് മസ്റ്റാണ്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ആവശ്യമുള്ള വേറെ ഏതെങ്കിലും ഒരു നട്ട്സ് കൂടി എടുക്കാം. ഞാനിപ്പോൾ വാൾനട്ട്സ് എടുത്തതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ വാൾനട്ട്സ് ഇല്ലെങ്കിൽ പകരം കാഷ്യൂ നട്ട്സ് എടുക്കാം, ബദാം എടുക്കാം, പിസ്ത എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ പീനട്ട്സ് നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യുക കേട്ടോ. എങ്കിലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ നമുക്ക് അടുത്തായിട്ട് വേണ്ടതാണ് അവൽ. അവൽ നമുക്ക് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം എടുക്കാം. നിങ്ങളിപ്പോൾ അവൽ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിച്ച അവലെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് അങ്ങനെയാലും ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരിങ്ങയാണ്. ഇത് ഉണക്ക മുന്തിരിങ്ങയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് തലേദിവസം രാത്രി നിങ്ങൾക്ക് കിടക്കുന്ന ടൈമിൽ ഒരു 2 ടേബിൾ സ്പൂണോളം മുന്തിരിങ്ങ എടുത്ത് ജസ്റ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ആ ഒരു ജസ്റ്റ് ഒന്ന് മുന്തിരിങ്ങ കഴുകിയതിന് ശേഷം വേണം കേട്ടോ നിങ്ങൾ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട്. കാരണം മുന്തിരിങ്ങയിൽ ഒരുപാട് പൊടിയും ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് കുതിർക്കാൻ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പീനട്ട്സ് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. അതിൽ യാതൊരു കോംപ്രമൈസില്ല. നിങ്ങളത് എന്തായാലും ചേർത്ത് കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സായാലും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിൽ വേണം ഇത് ഒരു ഗ്ലാസ് കുടിക്കാൻ. അതുപോലെ നിങ്ങൾ രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം കിടക്കുന്നതിനൊരു അരമണിക്കൂർ മുന്നായിട്ട് നിങ്ങളിത് ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 3 കിലോളം വെയിറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കൂടിയിരിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ ഈ ഒരു രീതി തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം. അതുപോലെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാണ്ട് നിങ്ങളിപ്പോൾ അതിന് പകരം ഇന്നതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അത്രയ്ക്കുള്ള ആ ഒരു റിസൾട്ട് കിട്ടുമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കൂടിയാണിത്. വീഡിയോ ഇഷ്ടമായിട്ടും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ടും എത്തത്തുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാട്ടോ. ആരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഇതൊരു എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഇതുപോലത്തെ ടിപ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക്